ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. നമ്മൾ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൈദയോ മുട്ടയോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നോർമൽ വെള്ളമാണ് കേട്ടോ, അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളവും കൊക്കോ പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. അതിൽ നമ്മൾ ഇട്ടിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. ഇപ്പോൾ നമ്മളുടെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം ബട്ടർ തണുപ്പോട് കൂടിയിട്ടുള്ള ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ടിൻ ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും ഒന്ന് മതി. നമ്മളിതൊന്ന് ബേക്ക് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പാത്രം നന്നായിട്ടൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ക്ലിംഗ് റാപ്പ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള കേക്ക് ടീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡി ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാരിയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആരോ റൂട്ടോ ഏത് ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. മെഷീനിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റ പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കൈ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് തണുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൽ ഈ ഒരു സിറപ്പ് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും സിറപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് എല്ലായിടത്തേക്കും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് സ്പാച്ചുലിനെക്കാട്ടിലും നല്ലത് സ്പൂണാണ് കേട്ടോ. അപ്പം സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ to 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മളുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഇതിപ്പം ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ചൂടിൽ തന്നെ നമ്മളുടെ ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽട്ടായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് മുഴുവനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 5 ഇഞ്ചിൻ്റെ പാൻ എടുത്താൽ മതി. ആ ഒരു സമയത്ത് നന്നായിട്ട് കറക്റ്റായിട്ട് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു അളവിൽ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് ഇതിൽ നിന്നൊന്ന് വിടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്തിന് ക്ലിംഗ് റാപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേക്ക് ഒന്ന് പോന്നോളും. അതിനുശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി കേക്കിൻ്റെ അടിഭാഗത്ത് നിന്നും ക്ലിംഗ് റാപ്പ് മെല്ലെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലിംഗ് റാപ്പ് ഒഴിവാക്കിയിട്ട് നമ്മുടെ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയോ മുട്ടയോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ബേക്ക് ചെയ്യുകയും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്